ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിനി തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആ ദോശൻ്റെ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ 1.5 ഗ്ലാസ്സോളം പച്ചരി തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ്സോളം നമ്മൾ ഇതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂണോളം ചോറും കൂടി ഇട്ട് കൊടുക്കേ. അപ്പം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആവട്ടെ. ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദോശ അപ്പോൾ ചോറ് കുറച്ച് അധികം ആയിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം കൂടുതലായി പോകരുത്. ചില പച്ചരി പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഒട്ടിപ്പുള്ള പച്ചരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോറ് കുറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും ആവശ്യമുള്ള ഉപ്പും നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. തരിയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 തരത്തിലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മളൊന്ന് പ്ലെയിൻ ആയിട്ടുള്ള ദോശയും ഒന്ന് നമ്മളൊരു ചമ്മന്തി വെച്ചിട്ടുള്ള ദോശയും കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ മാവ് നമുക്കൊരു സൈഡിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂട്ടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വെക്കാം കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കേ. ഇനി നമുക്കിതൊരു ദോശക്കല്ല് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ദോശ ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ദോശ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് എടുക്കുക, നെയ്സാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് തടിയോടുകൂടി ഉണ്ടാക്കിയെടുത്തിനാൽ അവർക്കത് നമുക്ക് നുള്ളി കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുത്തിനാൽ അവർക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഇഷ്ടവും ഉണ്ടാവും കേട്ടോ. ഇനി നമ്മളിത് അതൊന്ന് ആറി വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളർ മാറി വരട്ടെ. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ദോശക്കല്ലിൽ ഇത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അങ്ങ് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. നല്ല നൈസായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ദോശമാവ് വെച്ചിട്ട് വേറൊരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ദോശക്കല്ലിലേക്ക് കുറച്ച് വെള്ളമാക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ കുഞ്ഞു ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ കുട്ടിക്കൊക്കെ കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയ ദോശ ആക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ദോശ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഇതുപോലെ ചമ്മന്തി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാനും നല്ല രസം ഉണ്ടാവും, കുട്ടിക്കൊക്കെ ആകുമ്പോൾ കഴിക്കാനും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ കുറച്ച് ഗീ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി ആക്കി കൊടുക്കാം കേട്ടോ. ഒരു കളറിനും നല്ല ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10-20 സെക്കൻഡ് മാത്രം അടച്ച് വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഒരു കറി ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടിയില്ല. ഇനി എരിവ് പ്രശ്നമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ മുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പച്ചമുളകൊക്കെ അങ്ങ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.